ശ്രീ മഹാവിഷ്ണുവിൻ്റെ സൽപുത്രിയായി പിറന്നവൾ പിൽക്കാലത്ത് ശിവപാർവതിമാരുടെ പുത്രവധുവായി മാറി. അങ്ങനെ ആ ഒരു സ്ഥാനം അലങ്കരിക്കാൻ അവൾ അത്യധികം പരിശ്രമിച്ചു. ഒടുവിൽ അവൾ ആ കാർത്തികേയ കുമാരനെ സ്വന്തമാക്കി. ആ സുന്ദരിയായ കന്യകയുടെ നാമമാകുന്നു സുന്ദരവല്ലി എന്ന വള്ളി. കാർത്തികേയൻ എന്ന ദേവസേനയുടെ തലവനാകുന്നവൻ്റെ അർദ്ധാംഗിനിയായി മാറിയ വള്ളി പിറവി കൊണ്ടത് ഇപ്രകാരമാകുന്നു. ശ്രീ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ഒന്നാകുന്ന വാമനാവതാരം ഭഗവാൻ നാരായണൻ പൂണ്ടവേളയിൽ പൊഴിച്ച ആനന്ദാശ്രുവിൽ 2 തുള്ളികൾ ധരണിയിൽ പതിക്കുന്നു. അതിൽ നിന്നും 2 സുന്ദര ദേവകന്യകകൾ പിറവികൊണ്ടു. ആ ദേവകന്യകകളിൽ ഒരുവളാകുന്നു സുന്ദരവള്ളി. അവൾ ഒരിക്കൽ ശിവപുത്രനാകുന്ന കാർത്തികേയ കുമാരനെ കാണാനിടയായി. അദ്ദേഹത്തെ കണ്ട നിമിഷം തന്നെ അവൾക്ക് അദ്ദേഹത്തിൽ പ്രണയമുടലെടുത്തു. തൻ്റെ പ്രണയം ഷൺമുഖനോട് അവൾ പറയുകയും ചെയ്തു. എന്നാൽ ആ വേള സാക്ഷാൽ ഭഗവാൻ കാർത്തികേയൻ താരകാസുരനെ നിഗ്രഹിക്കുക എന്ന തൻ്റെ ജന്മലക്ഷ്യത്തിനായി കിണഞ്ഞു പരിശ്രമിക്കുന്ന കാലമായിരുന്നു. അതിനായുള്ള ആയോധന വിദ്യകളും അതുമായി ബന്ധപ്പെട്ട ശിക്ഷണങ്ങളും പിതാവായ മഹാദേവനിൽ നിന്നും അഭ്യസിക്കുന്ന കാലവുമായിരുന്നു. അതിനാൽ തന്നെ ഭഗവാൻ സുബ്രഹ്മണ്യൻ ദേവകന്യകയുടെ അഭ്യർത്ഥന നിരസിക്കുന്നു. ശേഷമായി താൻ അതികഠിനമായൊരു കർത്തവ്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും അതിനാൽ തന്നെ തൻ്റെ കർത്തവ്യം നിറവേറ്റുക എന്ന കാലം പൂർത്തിയാകും വരെ കാത്തിരിക്കുക എന്ന് നിർദ്ദേശിച്ചു. അതുപ്രകാരം ശ്രീ സുന്ദരവള്ളി പാണ്ഡ്യദേശത്തെ കുറിഞ്ഞി എന്ന പ്രദേശത്ത് ഒരു വള്ളിച്ചെടിയുടെ ചുവട്ടിൽ ഒരു പെൺകുഞ്ഞായി അവതരിച്ചു. ആ പെൺകുഞ്ഞിനെ നായാട്ടുവംശ തലവനാകുന്ന നമ്പി എന്ന പ്രമുഖൻ കണ്ടെത്തുകയും തൻ്റെ സ്വന്തം കുഞ്ഞായി വളർത്തുകയും ചെയ്തു. അങ്ങനെ സ്വന്തം പൊന്നുമകളായി പോറ്റി വളർത്തിയ ആ പെൺകുഞ്ഞിന് നമ്പി നൽകിയ നാമമാകുന്നു ശ്രീവള്ളി. അങ്ങനെ ഒരു നാമം അവൾക്കുണ്ടാകാൻ കാരണം വള്ളിച്ചെടിയുടെ ചുവട്ടിൽ നിന്നും അവളെ ലഭിച്ചതിനാൽ തന്നെയാകുന്നു. ശ്രീവള്ളി ആവട്ടെ താൻ വളരുന്ന കുലത്തിൻ്റെ തൊഴിലാകുന്ന വേട്ടയിൽ വളരെയധികം പ്രാവീണ്യമുള്ളവളായിരുന്നു. തൻ്റെ വളർത്തു പിതാവിനാൽ തന്നെ അവൾ നായാട്ട് വിദ്യകൾ എല്ലാം തന്നെ ഹൃദ്യസ്ഥമാക്കി. എങ്കിലും അവളുടെ മനസ്സിൽ സദാ അവളുടെ ഉമാപുത്രൻ മാത്രമായിരുന്നു. അവനോട് അവൾക്ക് പ്രണയം മാത്രമായിരുന്നില്ല, തികഞ്ഞ ഭക്തിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നാൾ തൻ്റെ ഗോത്രത്തിൻ്റെ കാർഷിക വിളകൾ സംരക്ഷിച്ചു പോന്നിരുന്ന വള്ളി ഒരിക്കൽ വനത്തിലൂടെ യാത്ര ചെയ്തു വരികെ മാർഗം തെറ്റി മറ്റെവിടെയോ ചെന്നെത്തിപ്പെട്ടു. ആകെ ഭയചിത്തയായി അവൾ സ്കന്ദനെ ഉള്ളുരുകി വിളിച്ചു കേണു. അപ്പോഴേക്കും ആ നിബിഡ വനത്തിൽ ഒറ്റപ്പെട്ടുപോയ അവളെ രക്ഷിക്കുന്നതിനായി ഒരു വേടൻ്റെ രൂപത്തിൽ വെടുവൻ എന്ന നാമധാരിയായി സാക്ഷാൽ സുബ്രഹ്മണ്യൻ പ്രത്യക്ഷനായി. അവൾക്ക് മാർഗനിർദ്ദേശിയായി മുൻപേ നടന്നു. എന്നാൽ അവളെ പരീക്ഷിക്കുവാനായി ഭഗവാൻ ഒരു പ്രണയാഭ്യർത്ഥന നടത്തി. എന്നാൽ തൻ്റെ മുൻപിൽ നടന്നു നീങ്ങുന്നത് തൻ്റെ കാർത്തികേയൻ ആകുന്നു എന്ന് മനസ്സിലാക്കാതെ അവൾ അത് നിരസിക്കുകയും അവനോട് അതീവ കോപിതയാകുകയും ചെയ്തു. വേഗം തന്നെ ഗമിക്കുവാൻ ആക്രോശിക്കുകയും ചെയ്തു. അപ്പോഴേക്കും വള്ളിയെ സുരക്ഷിതമായി തിണൈ പ്രദേശത്ത് എത്തിച്ചിരുന്നു ഭഗവാൻ. അവിടെ കുറച്ച് തോഴർ അവൾക്കായുള്ള പഴങ്ങളും ഭക്ഷണങ്ങളുമായി വരുന്നത് കണ്ട് സുബ്രഹ്മണ്യൻ ഒരു വൃക്ഷമായി മാറി അവിടെ നിലകൊണ്ടു. അപ്പോഴേക്കും തൻ്റെ ഒപ്പമുണ്ടായിരുന്നത് തന്നോട് പ്രണയാഭ്യർത്ഥന നടത്തിയ ആള് ആരാകുന്നുവെന്ന് മനസ്സിലാക്കിയ വള്ളിദേവി തൻ്റെ ജീവിതം ധന്യമായി എന്നതിൽ ആനന്ദചിത്തയായി. അങ്ങനെ ഏവരുടെയും സമ്മതപ്രകാരം ശ്രീ കാർത്തികേയൻ്റെ വാമഭാഗമായി മാറി ശ്രീവള്ളി.